നമസ്കാരം. ന്യൂസ് മലയാളം ക്രോസ് ഫയറിൽ നമുക്കൊപ്പം ഉള്ളത് വി.എസ്. സുനിൽകുമാറാണ്. സ്വാഗതം. നമസ്കാരം. കുറേ നാളുകളായി നമ്മളിങ്ങനെ ഇൻ്റർവ്യൂ നടത്തണമെന്ന് വിചാരിക്കുന്നു, ഫിക്സ് ചെയ്യുന്നു, പിന്നെ മാറ്റുന്നു അല്ലേ? അതെ. ഇപ്പോൾ ഏതായാലും ഒരു മതിയായൊരു കാരണമുണ്ട് താങ്കൾ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഭരണപക്ഷ എം.എൽ.എ ആയ പി.വി. അൻവർ തന്നെ വലിയൊരു ആരോപണം ഉയർത്തിയിരിക്കുകയാണ്. ADGP M.R. അജിത് കുമാർ RSS നേതാക്കളുമായി ചേർന്ന് തൃശ്ശൂർ പൂരം അട്ടിമറിക്കുകയും അവിടെ BJPക്ക് നേട്ടമുണ്ടാക്കാൻ അവസരമുണ്ടാക്കുകയും ചെയ്തു എന്ന ഗുരുതരമായ ആരോപണം ഭരണപക്ഷ MLA ആയ പി.വി. അൻവർ തന്നെ ഉന്നയിക്കുന്ന സാഹചര്യം അതിനെങ്ങനെയാണ് കാണുന്നത്? ഇതിൽ രണ്ട് വശമുണ്ട്. ഇതിലിപ്പോൾ അൻവർ പറഞ്ഞിട്ടുള്ള ADGP അജിത് കുമാർ നേരിട്ട് പൂരം കലക്കി എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം. ഇവിടുത്തെ അന്നത്തെ കമ്മീഷണറായിരുന്ന പോലീസ് ഓഫീസർ അടക്കമുള്ള ആളുകൾ ആ പൂരത്തിൻ്റെ നടത്തിപ്പിൽ വരുത്തിയ ഗുരുതരമായ വീഴ്ചകൾ, അത് ബോധപൂർവം തന്നെ ചില കാര്യങ്ങൾ അവിടെ നടന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ്. അവരും അവിടുത്തെ ഈ പൂരം കലക്കിയാൽ ജയിക്കുമെന്ന സിദ്ധാന്തം ഇടതുപക്ഷത്തിൻ്റെ സിദ്ധാന്തമല്ല എന്ന് നിങ്ങൾക്കറിയാം. കാരണം പൂരം കലക്കിയാൽ ഞങ്ങൾ ജയിക്കില്ലല്ലോ. അപ്പോൾ പൂരത്തെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ പൂരം കലക്കാനാണ് ശ്രമിക്കുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായൊരു കാര്യമാണ്. അപ്പോൾ തൃശ്ശൂർ പൂരം ഒരു ഇലക്ഷൻ മധ്യത്തിൽ ആരെങ്കിലും അലങ്കോലപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ അലങ്കോലപ്പെടുത്തുന്നവർ അതിൻ്റെ നേട്ടം കൊയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അത് NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് അത് നടന്നിട്ടുള്ളത്. അതിലെനിക്ക് യാതൊരു സംശയമില്ല. അതിൻ്റെ പിന്നിൽ പോലീസ് കൂട്ടുനിന്നിട്ടുണ്ട്, ചില ഉദ്യോഗസ്ഥന്മാർ. അതോടൊപ്പം അവിടുത്തെ ദേവസ്വത്തിലെ ചില ആളുകളുടെ ചില ദുരൂഹമായിട്ടുള്ള ഇടപെടലുകൾ, RSSൻ്റെ സംസ്ഥാന നേതാക്കന്മാരടക്കമുള്ള ആളുകൾ ഒരു തൃശ്ശൂർ പൂരം കാണാൻ വരുന്നുണ്ട്, തെറ്റൊന്നുമില്ല. പക്ഷേ ആ സന്ദർഭത്തിൽ അവർ പ്രത്യക്ഷപ്പെടുന്നതും അതിലിടപെടുന്നതും ഒക്കെ ഈ കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ഈ പൂരം കലക്കാൻ മുൻകൂട്ടിയുള്ള ആസൂത്രണം ഉണ്ടായിരുന്നു എന്നുള്ളത് സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ്. അതിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതിൽ നമ്മൾ ADGP അജിത് കുമാറാണ് ചെയ്യിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ എനിക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഞാൻ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ അറിയുന്നത് ഞാൻ വളരെ വൈകിട്ടാണ്. പിന്നെ ADGP ആ സമയത്ത് അവിടെ ഞാൻ പൂരത്തിൻ്റെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുത്ത ഒരാളാണ്. ആ ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്തും ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെയല്ല, അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നു എന്ന് പറയുന്നു. പിന്നെ അൻവർ ഉന്നയിക്കപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആരോപണങ്ങളാണ്, അപ്പോൾ അത് വാർത്തകളാണ്. പക്ഷെ ഞാൻ നേരത്തെ ഈ പോലീസിലെ ചില ഉദ്യോഗസ്ഥന്മാരെ പറ്റി പറഞ്ഞത് വസ്തുതകളാണ്, ഞാൻ നേരിട്ട് കണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനകത്ത് അജിത് കുമാറിനെ മാത്രം, അല്ലെങ്കിൽ അജിത് കുമാർ ഉണ്ടായിരുന്നു, അയാളിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാവുന്ന തെളിവുകൾ എൻ്റെ മുമ്പിലില്ല. പക്ഷേ അവിടെ നടന്നിട്ടുള്ള പൂരം കലക്കൽ എന്ന് പറയുന്നത് ഇപ്പോൾ പല ആളുകളും പറയുന്നൊരു കാര്യമുണ്ട്. തെളിവില്ല, പക്ഷേ സംശയമുണ്ടോ? അല്ല, ഞാൻ അദ്ദേഹത്തെ സംശയിക്കാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തെ ഞാനിപ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് പുറത്തു വരട്ടെ. ഞാൻ ഈ ഇങ്ങനെ ഒരു സംഭവത്തെ സംബന്ധിച്ച് ഒരു കാര്യങ്ങൾ പുറത്തു വരുമ്പോഴാണല്ലോ നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റുക. കാരണം ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കുമ്പോൾ മാത്രമേ അത് നമ്മുടെ വാക്കിൻ്റെ ഒരു വില ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ വിഷയത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം എവിടെയോ നിലച്ചു പോയിട്ടുണ്ട്. ഈ തൃശ്ശൂർ പൂരമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ഗവൺമെൻറ്. പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയിരുന്നു. അത് ഇലക്ഷനെ കഴിഞ്ഞ് റിസൾട്ട് വന്നിട്ടാണ് സ്ഥലം മാറ്റിയത്. കാരണം ഈ കോഡ് ഓഫ് കോണ്ടക്റ്റ് നിലനിൽക്കുന്നതുകൊണ്ട് അവരുടെ അംഗീകാരം കിട്ടാത്ത ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അതിനുശേഷം ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ തെറ്റ് വന്നു, സർക്കാരാണ് അതിൻ്റെ പിന്നിലെന്നൊക്കെ പ്രചരിപ്പിച്ച NDA സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകൾ ഈ ഓഫീസറെ സ്ഥലം മാറ്റാൻ പാടില്ല എന്ന് ആദ്യം ആവശ്യപ്പെട്ടത് NDA സ്ഥാനാർത്ഥി ജയിച്ച ആളാണ്. അദ്ദേഹം തൃശ്ശൂരിൽ ജയിച്ച ശേഷം വന്നപ്പോൾ ആവശ്യപ്പെട്ടൊരു കാര്യം, അല്ലെങ്കിൽ എടുത്ത നിലപാട് ഈ പോലീസ് ഓഫീസറെ മാറ്റേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഒരു അന്തർധാര ഉണ്ടായിരുന്നു, അത് സംശയമില്ലാത്ത കാര്യമാണല്ലോ. അപ്പോൾ ഇങ്ങനെ കുഴപ്പമുണ്ടാക്കിയ പോലീസ് ഇവരെ മാത്രമല്ല, ഇവിടുത്തെ BJPയുടെ ഒരു സംസ്ഥാന നേതാവ് ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുകയും ഈ ഓഫീസർക്കെതിരായിട്ട് പരാതി പറയുകയും ചെയ്ത സന്ദർഭമുണ്ടായി. ആ സന്ദർഭത്തിൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ ഗുണഭോക്താവായിട്ടുള്ള ആൾ പറയുന്നത് എന്താ,
അയാളെ സ്ഥലം മാറ്റേണ്ട എന്ന് പറയുന്നു. പോലീസിനെ സാധാരണ നിലയിൽ പോലീസിനെതിരെ കടന്നാക്രമണം നടത്തേണ്ട സന്ദർഭമാണത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ബോധപൂർവമായ ഒരു അട്ടിമറി ശ്രമം ഉണ്ടായെങ്കിൽ അത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച തന്നെയല്ലേ? അത് സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ അതിന് ഉത്തരവാദിത്തം ആഭ്യന്തര വകുപ്പിന് തന്നെയാണല്ലോ. അതിൽ സംശയമില്ലാത്ത കാര്യമല്ലേ. ആഭ്യന്തര വകുപ്പിന് അങ്ങനെ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണല്ലോ ആഭ്യന്തര വകുപ്പ് തന്നെ അങ്ങനെ വീഴ്ച ഉണ്ടായതുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്, അല്ലെങ്കിൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് ഉന്നതതല അന്വേഷണം നടത്തി സത്യം വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു വകുപ്പ് പൂർണ്ണമായിട്ടും ഇതിൻ്റെ പിന്നിൽ നിന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നിന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഏതൊരു വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥനാണോ ചെയ്തതെങ്കിൽ ആ വകുപ്പിൽപ്പെട്ട ആളുകൾക്കാണല്ലോ, ആ വകുപ്പിനാണല്ലോ അതിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ആ ഉത്തരവാദിത്തം സ്വാഭാവികമായിട്ടും ആഭ്യന്തര വകുപ്പിന് ഉണ്ടാവും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. സ്വാഭാവികമായി ADGP MR അജിത് കുമാർ ഇവിടെ ഈ സ്ഥലത്ത് ഉണ്ട്. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇത്. അദ്ദേഹത്തിലേക്കും അതിന്റെ ബാധ്യത വരികയില്ലേ, അതിന്റെ ഉത്തരവാദിത്തം വരികയില്ല? അല്ല, ഇവിടെ വേറെയും ഓഫീസർമാരുണ്ടായിരുന്നു, പോലീസ് ഓഫീസർമാരുണ്ടായിരുന്നു. ADGP, IG, പിന്നെ ഇവിടുത്തെ മറ്റ് പോലീസ് ഓഫീസർമാരൊക്കെ, IPS ഓഫീസർമാരൊക്കെ ഈ പൂരമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഈ അന്വേഷണ പരിധിയിൽ വന്നാൽ മാത്രമാണ് ഇതിൻ്റെ ഇപ്പോൾ ഒരു റിപ്പോർട്ട്. ഇത് ഓൾറെഡി നമ്മളിപ്പോൾ ഈ ADGP ഈ വിഷയത്തിലൊരു കക്ഷിയായിട്ട് വരുന്നത് ഈ അടുത്ത ദിവസങ്ങളിലാണ്. അതിന് മുമ്പ് ആരും അങ്ങനെ ഒരു അഭിപ്രായം ആരും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഉണ്ടായിരുന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിലവിലുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴാണ് നമുക്ക് ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിൽ വല്ല മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഏപ്രിൽ 21-നാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. ഒരാഴ്ചയ്ക്കകം നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷേ ഇപ്പോൾ 4.5 മാസം പിന്നിടുകയാണ്. അതൊരു അനാവശ്യമായിട്ടുള്ള ഒരു ഡിലേ ആണ്. അത് അങ്ങനെ ഒരു ഡിലേ ഒരിക്കലും സർക്കാർ വരുത്താൻ പാടില്ലായിരുന്നു. അത് അങ്ങനെ വരുത്തിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായത്. അന്ന് തന്നെ ആ റിപ്പോർട്ട് പുറത്തു വിടുകയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടപടികളെടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണത്തിലേക്ക് വഴിവെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇപ്പം ഞാനടക്കമുള്ള ആളുകൾ ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ആശങ്കപ്പെടാൻ കാരണം എന്തായിരുന്നു? ഇങ്ങനൊരു വെളിപ്പെടുത്തൽ വരികയും ഈ തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച് പുതിയൊരു വെളിപ്പെടുത്തൽ ഉണ്ടാവുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് എന്തുകൊണ്ട് ആ റിപ്പോർട്ട് പുറത്തു വന്നില്ല എന്ന ചോദ്യം നമ്മൾ ചോദിക്കില്ലേ? അപ്പോൾ അതെന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? ഇത്തരം അനാവശ്യമായ ആരോപണങ്ങളിലല്ല ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ അതിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ റിപ്പോർട്ട് എന്താണെന്ന് പുറത്തു വരട്ടെ, സർക്കാരിലുള്ള വിശ്വാസം കൊണ്ട് പറയുന്നൊരു കാര്യമാണ്. ഈ റിപ്പോർട്ടിന് എന്തിനാണ് ഇത്ര കാലതാമസം? പ്രത്യേകിച്ചും CPI പലതവണ ആവശ്യപ്പെടുന്നുണ്ട്, CPI മന്ത്രിമാരുണ്ട് മന്ത്രിസഭയിൽ, എന്നിട്ടും ഈ കാര്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്നില്ലേ CPI മന്ത്രിമാർക്ക് പോലും? അതൊരു ഞാൻ മനസ്സിലാക്കുന്നത്, അത് ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നു, നടപടി കമ്മീഷണർക്കെതിരെ ട്രാൻസ്ഫർ നടപടി ഉണ്ടായി. അപ്പോൾ പൊതുവായിട്ട് എല്ലാവരും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്നുള്ള നിലയിൽ നിൽക്കുകയും ആ റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു. 3-4 മാസം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കടന്നു പോകുന്ന സംഗതിയാണ്. അപ്പോൾ അതിനിടയിൽ ആരും അതിൻ്റെ ഒരു ഗൗരവത്തെ വേണ്ടത്ര ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് ഉണ്ടായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സമ്മർദ്ദം ചെലുത്താൻ പാർട്ടിക്ക് കഴിയാതെ? അല്ല, സമ്മർദ്ദം ചെലുത്തിയിരുന്നു പാർട്ടി. ഞാൻ രാജൻ പലതവണ ഈ റിപ്പോർട്ട് വരണ സമ്മാനം അന്നത്തെ ഇവിടുത്തെ ചുമലുണ്ടെന്ന K. രാജൻ ആണ് ശക്തമായി ഇടപെട്ടത്. അതായത് ഈ പോലീസ് ഓഫീസറെ നടപടി എടുക്കണമെന്നും അന്വേഷണം വേണമെന്നും പറഞ്ഞ ആൾ നിലപാടെടുത്ത് നിന്നത് രാജനായിരുന്നു. അപ്പോൾ രാജൻ തന്നെ നേരിട്ട് ഇടപെട്ട് ആ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് പലവണ ആവശ്യപ്പെട്ടതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീടാണ് ഈ പുതിയ വെളിപ്പെടുത്തലൊക്കെ വന്നപ്പോൾ നമ്മളൊരു സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ നമുക്ക് സർക്കാരിനോട് എന്തെങ്കിലും ആവശ്യപ്പെടാനുണ്ടെങ്കിൽ പരസ്യമായിട്ട് ആവശ്യപ്പെടേണ്ട കാര്യമില്ല. ഇതൊക്കെ അതിൻ്റേതായ മാർഗ്ഗത്തിൽ കൂടെ പലരോടും ചോദിക്കാം, എന്താണ് റിപ്പോർട്ട് വരാത്തതെന്ന് ചോദിക്കാം. ഇപ്പോൾ നമുക്കത് പരസ്യമായിട്ട് ആവശ്യപ്പെടേണ്ടി വന്നത് ഈ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിലാണ്. കാരണം അത് ആവശ്യപ്പെടേണ്ടതൊരു ആവശ്യകതയാണ്. കാരണം ജനങ്ങൾക്കിടയിൽ വീണ്ടും ഞാനതിലൊരു വിക്ടിമായതാണ്. ഞാൻ തോറ്റുപോയി എന്നുള്ളതല്ല പ്രശ്നം. എന്നെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി എന്നുള്ളതൊരു എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല അത്. പക്ഷെ ഞാനവിടെ ചിത്രീകരിക്കപ്പെട്ടത് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തുന്നതിലൊരു കക്ഷിയായി RSSും BJPയും എന്നെയും രാജനെയും ഉൾപ്പെടെയുള്ള ആളുകളെ അവർ മുന്നിൽ നിർത്തി. ഞങ്ങളാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ളത്. ഞങ്ങൾ ഈ പൂരത്തെ അലങ്കോലപ്പെടുത്തുന്നവരെ, പൂരം തകർക്കാൻ ശ്രമിക്കുന്നവരാണെന്നാണ്. അതായത് ഒരു ഹിന്ദു വികാരം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടുത്തെ പൂരത്തെ സ്നേഹിക്കുന്നവർക്കൊക്കെ അറിയാവുന്നൊരു കാര്യം, ഞാനൊക്കെ ഈ പൂരത്തിന് വേണ്ടി നിൽക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിമാരാണെങ്കിലും MLAമാരാണെങ്കിലും അതിന് ആത്മാർത്ഥമായി നിൽക്കുന്നവരാണെന്നും
അത് ജനങ്ങൾക്ക് അറിയാമെന്ന് അവർക്കറിയാം. അപ്പോൾ ഇവിടെ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലൊരു മാർഗം ശബരിമല പോലെ വേണമെങ്കിൽ ഉണ്ടാക്കാൻ കഴിയുന്നൊരു നല്ലൊരു ഇവൻ്റ് എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരമാണ്. അപ്പോൾ ആ തൃശ്ശൂർ പൂരത്തിൽ കലക്കുകയും അത് കലക്കിയതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണെന്ന് വരുത്തുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ ഞങ്ങളെ പ്രതികളാക്കി ചിത്രീകരിക്കാൻ പറ്റും. മീഡിയകൾ അതിനെ കൂട്ടുനിന്നിട്ടുണ്ടെന്ന് ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് മീഡിയകൾ പൂർണ്ണമായിട്ടും ഈ പൂരം കലക്കിയത് സർക്കാരാണെന്നും അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ള പ്രചരണം പോലും നടത്തി. ഞാൻ ആ സമയത്ത് പൂരത്തിൻ്റെ ഈ സംഭവം നടക്കുമ്പോൾ ഞാനവിടെ നേരിട്ട് ചെന്നിരുന്നു. പക്ഷെ എന്നെ ഒരു മീഡിയയും എന്നെ ഞാനവിടെ വന്നതോ അവിടെ ഇടപെട്ടതോ ഈ പൂരവുമായി ബന്ധപ്പെട്ട് നടന്ന എൻ്റെ ഇടപെടലിനെ സംബന്ധിച്ച് ആരും ഒരു വാർത്തയും കൊടുത്തില്ല. നമുക്ക് എങ്ങനെ മാധ്യമങ്ങളെ ഇപ്പൊ കുറ്റം പറയാൻ പറ്റും? പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായെന്ന് താങ്കൾ തന്നെ പറയുന്നു. സ്വാഭാവികമായും ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച അവിടെ ചർച്ചയാകും. അല്ല, ആ സമയത്ത് സത്യം മനസ്സിലാക്കണ്ടേ. ഞാനൊരു സ്ഥാനാർത്ഥിയാണല്ലോ, എന്നെയുള്ള ഫോക്കസ്. ഞാനവിടെ നടത്തിയിട്ടുള്ള അത് അന്നത്തെ ദിവസം 4 മണി സമയത്ത് അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ NDA സ്ഥാനാർത്ഥി അവിടെ എത്തുന്നു എന്നുള്ള വിവരം ഞാൻ അറിഞ്ഞിട്ടാണ് ഞാനവിടെ പോകുന്നത്. അപ്പോൾ ആളവിടെ പോയതിന് ശേഷം ഞാൻ അവിടെ ചില പത്രസമ്മേളനം നടക്കുന്നു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെ നിലപാട് മാറ്റണം, ഇത് വെടിക്കെട്ട് നടത്തില്ല എന്ന് പറയുന്ന നിലപാട് അവരത് സർക്കാരിനെ ചർച്ചയ്ക്ക് വിളിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് ഞാൻ രാജിനെ കൊണ്ട് ചർച്ചയ്ക്ക് വിളിപ്പിക്കുന്നു. എന്നിട്ട് അവരെയും കൊണ്ട് ഞാൻ നേരെ ഈ ദേവസ്വം ഓഫീസിലേക്ക് വരുന്നു. അവിടെ വെച്ച് ഡിസ്കസ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ വെച്ച് ഞങ്ങൾ വെടിക്കെട്ട് നടത്തേണ്ട കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നു. അതിന് മുമ്പ് പാറമേക്കാവായിട്ട് സംസാരിക്കുന്നു. അവർ വെടിക്കെട്ട് നടത്താൻ തയ്യാറാണെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള ഇടപെടൽ ഞാനും രാജനൊക്കെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഒപ്പമായിട്ട്. അതൊന്നും ഒരു മീഡിയകളും ആ രീതിയിൽ പറഞ്ഞില്ല. അപ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് എന്താണ്, ഇവരൊക്കെ എവിടെ പോയി, ഇവരെന്താ എടുത്തുകൊണ്ടിരുന്നതെന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്കത് ആ സമയത്ത് ഒരു ഇലക്ഷൻ്റെ തൊട്ട് മുമ്പിൽ നടക്കുന്ന ഒരു സമയത്ത് വലിയ ജഗപൊകയായിട്ടുള്ളൊരു പ്രചരണം നടക്കുകയാണ്. പൂരം തകർക്കപ്പെട്ടു, അതിൽ നമ്മളപ്പുറത്തെ കക്ഷിക്കാർ പൂരത്തിനെതിരായിട്ടുള്ള ആളായിട്ട് നമ്മളെ ചിത്രീകരിക്കുന്നത്. അതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുണ്ടാക്കി. അതുകൊണ്ടാണ് ഞാൻ ഇത് ജയപരാജയവുമായി ബന്ധപ്പെട്ട ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ അലങ്കോലപ്പെടുത്തിയതിൻ്റെ പിന്നിൽ ആര് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അത് പുറത്തു വന്നാൽ മതിയാവും. ഇപ്പോൾ പൂരത്തെ സ്നേഹിക്കുന്ന ആൾക്കാർ, ഞങ്ങൾ പുതിയ പൂരം ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ ആത്മാർത്ഥത എക്സ്പോസ് ചെയ്യപ്പെടേണ്ടതാണ്. കാരണം ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കില്ലേ, ADGPയുമായി ഗൂഢാലോചന നടത്തിയിട്ടാണ് പൂരം കലക്കിയതെങ്കിൽ ആരെ ഗൂഢാലോചന നടത്തിയത്? ADGP RSS നേതാക്കളെ കണ്ടുവെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവർ പൂരം കലക്കാൻ വേണ്ടി പോയി എന്നല്ല അർത്ഥം. നിങ്ങളിപ്പോൾ ADGP ഉണ്ടെന്ന് വിചാരിക്കാനകത്ത്, ഇപ്പോൾ നമ്മളൊരു ശരി ADGP ഒരു പക്ഷത്തുണ്ട് എന്ന് വിചാരിക്കാം, മറുപക്ഷത്ത് ഞാനോ അല്ലെങ്കിൽ ഞാൻ വേറെ ആരും അല്ലല്ലോ, അപ്പുറത്ത് നിൽക്കുന്നത് RSS അല്ലേ. അപ്പോൾ ഒരു ഭാഗം ക്ലിയറായിട്ട് മനസ്സിലായല്ലോ. അപ്പോൾ ആരാണ് പൂരം കലക്കിയതിൽ ഒന്നാം കക്ഷി ആരാണ്? അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത എന്നെപ്പോലുള്ള ആളുകളെ പ്രതിയാക്കി കുരിശുമ്മ കയറ്റിയതിന് ശേഷം അതിൻ്റെ നേട്ടം അവർ ആര് കൊയ്തെടുത്തിട്ടുണ്ടെങ്കിലും അത് പുറത്തു വന്നാൽ മതിയാവും. അതിലെനിക്ക് ശക്തമായ നിലപാടുള്ള ആളാണ്. അതിനി ആരെന്ത് പറഞ്ഞാലും ശരി, ഞാൻ നിലപാടിൽ നിന്ന് മാറില്ല. അത് ശക്തമായ നിലപാട് തന്നെയാണ്. അത് വ്യക്തിപരമാണ്, രാഷ്ട്രീയമായ നിലപാടാണ്. ആ നിലപാടിൽ എനിക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. ഇനിയിപ്പോൾ ആരെന്ത് പറഞ്ഞാലും ശരി, ഞാൻ ആ നിലപാടിൽ നിന്ന് മാറില്ല. അത് ജനങ്ങളുടെ മുമ്പിൽ എൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റിയുടെ പ്രശ്നമാണത്. ഞാൻ ഈ തൃശ്ശൂരിലെ ജനങ്ങളുടെ ഭാഗത്ത്, ജനങ്ങളുടെ കൂടെ ഏത് സന്ദർഭത്തിലും ഉറച്ചു നിന്നിട്ടുള്ള ആളാണ്. ഞാൻ നാളെ നിൽക്കുകയും ചെയ്യും. ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടത് സംബന്ധിച്ച് വലിയ തോതിൽ വിവാദം പുകയുകയാണ്. 2 തവണ കോവളത്ത് വെച്ച് അദ്ദേഹം റാമാധവനെ കണ്ടെന്നും തൃശ്ശൂരിൽ വെച്ച് അദ്ദേഹം ദത്താത്രേയ ഹൊസബലയെ കണ്ട കാര്യവും അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ശരിയായോ? ശരിക്കും ഒരു തീം പെരക്കി നന്നല്ല എന്ന് പണ്ട് കാരണന്മാർ പറയും. അതുപോലെ ഈ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഈ RSSുമായിട്ട് നേരിട്ടും പരോക്ഷമായിട്ടും എന്തെങ്കിലും ബന്ധം അവർ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അപകടകരമാണ്. അതുകൊണ്ട് ഏതുദ്യോഗസ്ഥനാണെങ്കിലും ആ ഉദ്യോഗസ്ഥന്മാർക്ക് രാഷ്ട്രീയമായി അവർക്ക് താല്പര്യങ്ങളോ അല്ലെങ്കിൽ വിശ്വാസങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ അത് അവർ രഹസ്യമായും പരസ്യമായും ആ വിശ്വാസ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുമായി കൂടിക്കാഴ്ച നടത്തി അവർ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത്
വളരെ അപകടകരമായിട്ടൊരു കാര്യമാണ്. ഒരു കാരണവശാലും ഞാൻ കേരള പോലീസിനകത്ത് ഇങ്ങനെ RSS ബന്ധമുള്ള എത്ര ഓഫീസർമാരുണ്ടെന്നുള്ള കാര്യം ഗവൺമെൻറ് സീരിയസ് ആയിട്ട് പരിശോധിക്കേണ്ട കാര്യമാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കിടയിലും അതുപോലെ തന്നെ പല സ്റ്റേറ്റുകളിലും പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് RSSൽ ചേരാം എന്ന് പറഞ്ഞിട്ടുള്ള ചില നിലപാടെടുത്ത സ്റ്റേറ്റുകളുണ്ട്. അത് BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളാണ്. ഇനി BJP ഭരിക്കാത്ത സ്റ്റേറ്റുകളിൽ കോൺഗ്രസ് പിന്നെ ഇത്തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാർ RSSുമായിട്ട് രഹസ്യബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു വിങ്ങായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ സർക്കാർ പരിശോധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ ഗവൺമെൻറ് നിസ്സാരമായി കാണേണ്ട കാര്യങ്ങളല്ല അതൊന്നും. അത് നമ്മുടെ രാഷ്ട്രീയമല്ലല്ലോ പിന്നെ RSSൻ്റെ രാഷ്ട്രീയം. അപ്പോൾ ഇപ്പോൾ ADGP അജിത് കുമാർ ഞാനായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ്. ബന്ധം എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായിട്ട് നല്ല സ്നേഹബന്ധം. ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് MLA ആയിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഒരിക്കൽ പോലും അദ്ദേഹത്തോട് ഏതെങ്കിലും തരത്തിൽ അയാൾ മോശക്കാരനാണെന്ന് തോന്നിയിട്ടുള്ള ഒരാളല്ല. എന്തെങ്കിലും ഒരു ന്യായമായ ഏത് കാര്യം പറഞ്ഞാലും അത് ന്യായമായ രീതിയിൽ പരിഗണിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ADGP അജിത് കുമാർ. അപ്പോൾ അങ്ങനെ വ്യക്തിപരമായി അദ്ദേഹത്തോട് എനിക്ക് യാതൊരു വിരോധവും അദ്ദേഹത്തോട് അന്നും ഇന്നും ഇപ്പോഴും ഇല്ല എനിക്ക്. പക്ഷേ അദ്ദേഹം RSSൻ്റെ നേതാക്കന്മാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന വസ്തുതകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എന്തിനു വേണ്ടി അദ്ദേഹം അവിടെ ഇവരായിട്ട് ചർച്ച നടത്തി, എന്തിനു വേണ്ടി കൂടിക്കാഴ്ച നടത്തി, ഇതൊക്കെ സർക്കാർ അറിയണം, ജനങ്ങളറിയണം. പ്രത്യേകിച്ച് ഇടതുപക്ഷ ചിന്താഗതിക്കാരായിട്ടുള്ള സാധാരണ ജനങ്ങൾക്കിടയിൽ അനാവശ്യമായിട്ടുള്ള ചില സംശയങ്ങൾക്ക് വഴിവെക്കുന്ന കാര്യമാണ് ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരെന്ത് ചെയ്യുന്നു. ഈ ഇത്തരം ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കെ തന്നെ അതിൽ പലതും ഈ RSS നേതാക്കളെ കണ്ടത് എന്നൊക്കെ ഉള്ള കാര്യം ആരോപണമല്ല, അത് വസ്തുത തന്നെയാണ്. PV അൻവർ MLA സ്വർണം പൊട്ടിക്കൽ, കൊലപാതകം, കാണാതാകൽ അടക്കമുള്ള കാര്യങ്ങളിൽ MR അജിത് കുമാറിനെതിരെ ആരോപണം ഉയർത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആരോപണങ്ങൾ മാത്രമല്ല, വസ്തുതകളും മുന്നിൽ നിൽക്കുന്നു. പക്ഷേ ഇപ്പോഴും അദ്ദേഹം ക്രമസമാധാന ചുമതലയുള്ള ADGP-യാണ്. അല്ല, ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ അജിത് കുമാറിനെതിരായി വന്നിട്ടുള്ള ആരോപണങ്ങൾ ഇപ്പോൾ DGP ലെവലിൽ അന്വേഷിക്കാനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നല്ല കാര്യമാണത്. ആ തീരുമാനത്തിന് അല്ലെങ്കിൽ ആ ഒരു അന്വേഷണത്തിന് വിശ്വാസ്യത വരത്തക്ക വിധത്തിൽ വേണ്ട നടപടികളും ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാവണം. അതിപ്പോൾ ADGP അജിത് കുമാറിനെ ആ സ്ഥലത്ത് അതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടാണോ വേണ്ടത്, അതല്ല എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് അത് സർക്കാർ ആലോചിക്കുന്നതാണ്. ഇപ്പോൾ നാളെ LDFൻ്റെ യോഗം നടക്കുന്നുണ്ട്. മാറ്റി നിർത്തിയിട്ട് വേണ്ടത്. അല്ല, ഞാനതിലിപ്പോൾ അങ്ങനെ ഒരു ആവശ്യം വ്യക്തിപരമായിട്ട് ഞാൻ ഉന്നയിക്കുന്നത് ശരിയല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ LDFൻ്റെ യോഗം നടക്കാൻ പോവാണ്. അപ്പോൾ LDFൻ്റെ യോഗം മുന്നിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ എന്നെപ്പോലെ ഒരാൾ എന്തെങ്കിലും അഭിപ്രായം പറയുന്നത് അത് രാഷ്ട്രീയമായിട്ട് ശരിയായിട്ടുള്ള കാര്യമില്ല. അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് പറയാൻ വേദികളുണ്ടല്ലോ, അവിടെ വെച്ച് പറയുന്നല്ലാതെ ഞാൻ പരസ്യമായിട്ട് അത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതും ഞാൻ പറയുന്നതും തെറ്റായ കാര്യമാണ്. രാഷ്ട്രീയമായി മുഖ്യ ശത്രു എന്ന് പറയുന്നത് ഇടതുപക്ഷം സംബന്ധിച്ചിടത്തോളം BJPയും RSSൻ്റെയും രാഷ്ട്രീയമാണ്, സംഘപരിവാർ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ആണ് നമ്മുടെ ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ആ പൊളിറ്റിക്സാണ്. ആ പൊളിറ്റിക്സിനെ ഒരു കാരണവശാലും അടിയറ വയ്ക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയില്ല. അങ്ങനെ കഴിഞ്ഞാൽ LDF ഉണ്ടാവില്ല. അവിടെ LDF നിൽക്കാൻ കഴിയില്ല. LDF എന്ന നിലയിൽ LDF ആയിട്ട് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കണ്ണിൽ കൃഷ്ണമണി പോലെ നമ്മൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുന്നണി കൂടി ഉണ്ട്. ആ മുന്നണിയുടെ യോഗം നാളെ നടക്കുന്നുണ്ട്. ആ യോഗത്തിൽ അവർ ഇത്തരമൊരു സാഹചര്യത്തെ അവിടെ ചർച്ച ചെയ്യാണ്ടിരിക്കില്ല, അതിനുവേണ്ടിയായിരിക്കും വിളിച്ചിട്ടുണ്ടായിരിക്കുക. ആ യോഗത്തിൽ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുമെന്നാണ് എൻ്റെ വിചാരം. പൂരം അലങ്കോലപ്പെട്ടത് അന്വേഷിക്കുന്നതും ADGP MR അജിത് കുമാറാണ്. ഇപ്പോഴാണ് ഈ വസ്തുതകൾ പുറത്തു വരുന്നത്. ഇദ്ദേഹം RSS നേതാക്കളെ കണ്ടു എന്നതടക്കമുള്ള ആ അന്വേഷണത്തിൽ വിശ്വാസമുണ്ടോ? അല്ല, ഞാനിപ്പോൾ അന്വേഷണത്തെ തള്ളി പറയുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷണം ഓൾറെഡി കുറേ അന്വേഷണം നടന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ആ അന്വേഷണത്തിൽ ഇനിയിപ്പോൾ ADGP അജിത് കുമാറിന് പങ്കുണ്ടെന്ന് നമ്മൾ ഒരു മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോഴാണല്ലോ അതിന് പ്രശ്നം വരുന്നത്. അത് ഒരു ആരോപണമാണ്. അജിത് കുമാർ അവിടെ നേരിട്ട് വന്നിട്ടാണ് ചെയ്തതെന്നൊക്കെ ഉള്ളത് ഒരു ആരോപണമായിട്ട് നിൽക്കുന്നൊരു കാര്യമാണ്. മുമ്പ് ആരും ഈ ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഈ സംഭവം നടക്കുമ്പോഴോ ഈ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോഴോ അന്വേഷണം നടക്കുമ്പോഴോ ഒന്നും ആരും ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. അല്ല, അതല്ല ഞാൻ നേരത്തെ പറഞ്ഞ ആ റിപ്പോർട്ട്. ഞാൻ നേരത്തെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ആ റിപ്പോർട്ട് പുറത്തു വന്നാലാണ് എനിക്ക് നിഷ്പക്ഷമായിട്ടാണ് അന്വേഷണം നടന്നിട്ടില്ലെന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പം ആ റിപ്പോർട്ട് നിഷ്പക്ഷമാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ നമ്മൾ പറയുന്നതൊക്കെ തെറ്റില്ലേ.
അപ്പോൾ അതുകൊണ്ട് ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നത് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഞാനിത് ഈ ആവശ്യപ്പെടുന്നത്. പൂരം അലങ്കോലപ്പെട്ടത് അന്വേഷിക്കുമ്പോൾ ആ അന്വേഷണ പരിധിയിൽ ഈ കൂടിക്കാഴ്ച കൂടി വരേണ്ടതല്ലേ? അല്ല, അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ അത് ഇപ്പോൾ DGP അന്വേഷിക്കുന്നതിൽ ഇപ്പോൾ വീണ്ടും പൂരത്തിൻ്റെ ഈ സന്ദർഭങ്ങളും കൂടി ഉണ്ടെന്ന് പറയുന്നുണ്ട്. DGP അന്വേഷിക്കുന്ന ഈ കാര്യത്തിനകത്ത് ഈ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയതായിട്ട് ഇന്നലെ പത്രത്തിൽ വായിച്ചു. അപ്പോൾ അവരന്വേഷിക്കട്ടെ, DGP എങ്കിൽ അന്വേഷിക്കട്ടെ. മാത്രമേ അത് സമഗ്രമാവൂ. അത് ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ അറിയാൻ പറ്റും ഈ റിപ്പോർട്ടിനകത്ത് ഈ ഏതെങ്കിലും ഒരു മാനിപ്പുലേറ്റഡ് ആയ രീതിയിൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് റിപ്പോർട്ടാണ് ഉണ്ടാക്കിയെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവും, തൃശ്ശൂർക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ ഞങ്ങൾ അതിന് അഭിപ്രായം പറയും. ഇനി DGP പറഞ്ഞിരിക്കുന്ന അന്വേഷണത്തിൻ്റെ പരിധിയിൽ എല്ലാ കൂടിക്കാഴ്ചകളൊക്കെ വരുമെന്ന് പറയുന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി വരട്ടെ. അപ്പോൾ എന്തിനാണ് കൂടിക്കാഴ്ച? നമുക്കൊക്കെ ഒരു സംശയം എന്ന് വെച്ചാൽ എന്തിനാണ് ഇപ്പോൾ ഈ ഓഫീസർമാർ ഇങ്ങനെ RSS നേതാക്കന്മാരെ പോയി കാണേണ്ട കാര്യം വാസ്തവത്തിൽ ഇല്ല. കാരണം RSS എന്ന് പറയുന്ന സംഘടനയ്ക്ക് എന്താണ് ഇവിടുത്തെ കേരളത്തിലെ ഭരണവുമായിട്ടൊക്കെ എന്താ ബന്ധമുള്ളത്? ഒരു ബന്ധമില്ലാത്തല്ലേ. അതിന് CPM-നകത്ത് തന്നെ രണ്ട് പക്ഷമുണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം വിജയരാഘവൻ പറഞ്ഞത് അമ്മയെ തല്ലിയാൽ അത് ശരിയാണോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് RSS നേതാക്കളെ ADGP കണ്ടത് ശരിയായോ എന്ന ചോദ്യം എന്ന് പറയുന്നു. AN ഷംസീർ സ്പീക്കർ പറയുന്നത് ഇന്ത്യയിലെ തന്നെ വലിയ സംഘടനയാണ് RSS, അവരെ കണ്ടതുകൊണ്ട് എന്താണ് തെറ്റ് എന്ന് AN ഷംസീർ ചോദിച്ചു. AN ഷംസീർ ചോദിച്ച അഭിപ്രായത്തോടൊന്നും എനിക്ക് യോജിപ്പില്ല. കാരണം ഒരു സംഘടനയുടെ വലിപ്പം നോക്കിയിട്ടല്ലല്ലോ ആ സംഘടനയെ നമ്മൾ പരിഗണിക്കേണ്ടത്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഇപ്പം നമ്മളിപ്പോൾ പ്രധാനമന്ത്രി, ഇപ്പോൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണുന്നതും കൈ കൊടുക്കുന്നതും നമുക്കാർക്കും തെറ്റെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആൾക്കാർക്ക് പൊളിറ്റിക്സ് പറയുന്നുണ്ട്. അതുപോലെയല്ല RSS-ഉമായിട്ടുള്ള കൂടിക്കാഴ്ച. RSS-ന് എന്താ ഭരണമായിട്ട് എന്താ ബന്ധമുള്ളത്? രാജ്യത്തെ അവരുടെ രാഷ്ട്രീയവും നമ്മുടെ രാഷ്ട്രീയവും തമ്മിൽ എന്താ ബന്ധമുള്ളത്? ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഈ കേരളത്തിലെ ഒരു പോലീസ് ഓഫീസർ കേന്ദ്രത്തിലെ ഏതെങ്കിലും മന്ത്രിയെ പോയി കണ്ടു, അല്ലെങ്കിൽ അവർക്ക് ആ മന്ത്രി ചിലപ്പോൾ RSS-കാരനെ ആയിരിക്കും. ഇപ്പോൾ മിക്കവാറും മന്ത്രിമാർക്ക് RSS-കാരാണല്ലോ. ഏതെങ്കിലും ബന്ധപ്പെട്ടൊരു മന്ത്രിയെ പോയി കണ്ടെങ്കിൽ നമുക്ക് പറയാം മന്ത്രി എന്ന നിലയിൽ പോയി കണ്ടാണെന്ന് പറയാം. ഇത് മന്ത്രിയും തന്ത്രിയും ഒന്നും അല്ലാത്ത ഒരു RSS നേതാക്കന്മാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതിനെ അവർ വലിയൊരു സംഘടനയല്ല അവിടെ പോയി കണ്ടുകൂടെ എന്നൊക്കെ പറയുന്ന ലാഘവത്വം അതത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊന്നും അങ്ങനെയൊന്നും നിലപാടെടുക്കുന്നതിനോടൊന്നും എനിക്ക് വ്യക്തിപരമായിട്ടൊന്നും അതുകൊണ്ട് CPM-നെ എല്ലാവരും അത് അംഗീകരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഒരുപക്ഷെ അംശീറിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയായിരിക്കും. അതിൽ പല അഭിപ്രായങ്ങളാണുള്ളത്. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ അക്കാര്യത്തിലുള്ള അതൃപ്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതാണല്ലോ അവരുടെ പാർട്ടി അഭിപ്രായം. സംസ്ഥാന സെക്രട്ടറി അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവർ പാർട്ടിയുടെ അഭിപ്രായമാണ്. നമ്മളെപ്പോഴും കണ്ടൊരു കാര്യം, ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നതാണ് ആ പാർട്ടിയുടെ ഒഫീഷ്യൽ അഭിപ്രായം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം, അദ്ദേഹത്തിൻ്റെ ഏത് പാർട്ടിയുടെ ആണെങ്കിൽ ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്ന അഭിപ്രായമാണല്ലോ നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടത്. അപ്പോൾ അതിൽ MP ഗോവിന്ദൻ വളരെ വ്യക്തമായിട്ട് അഭിപ്രായം പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ കാര്യം ഉണ്ടായതിൽ എല്ലാവർക്കും പ്രതിഷേധമുണ്ട്, അസംതൃപ്തി ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ അസംതൃപ്തി അവരുടെ പാർട്ടിക്കകത്തുണ്ടെന്നല്ല, അതിനിടയിൽ പിന്നെ വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അതല്ല ശരി എന്നൊക്കെ ചില ആൾക്കാർ പറയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഈ പോലീസിലെ ക്രിമിനലുകളെ നിയന്ത്രിക്കാൻ P ശശി പരാജയമാണ്, അദ്ദേഹത്തെ മാറ്റണമെന്ന അഭിപ്രായവും ഒരു പക്ഷം അവിടെ ഉയർത്തുന്നുണ്ട് ആ പാർട്ടിക്കകത്ത്. അല്ല, അതിലൊന്നും ഞാൻ ഇടപെട്ട് പറയേണ്ട കാര്യങ്ങളല്ല. അതൊക്കെ രാഷ്ട്രീയമായ ആരോപണങ്ങളാണ്. പോലീസിനകത്ത് ക്രിമിനലുകളെ ഇന്നയാൾ സംരക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ വാർത്തകളും അഭ്യൂഹങ്ങളൊക്കെയാണ്. അത് വസ്തുതാപരമായിട്ട് വിലയിരുത്തി തീരുമാനമെടുക്കേണ്ട ഉത്തരവാദിത്തമൊക്കെ ഉള്ള ആൾക്കാരെ ചെയ്യട്ടെ. അതിലൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയുടെ പാർട്ടിയിൽപ്പെട്ട ഒരാളെന്ന നിലയിൽ അതിൽ കയറി അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മറുപടി വന്നോ? എനിക്ക് ഇതുവരെ ഒരു റിട്ടേൺ ആയിട്ടുള്ള മറുപടി ഒന്നും വന്നിട്ടില്ല. ഞാൻ മെയിൽ അയക്കാണ് ഉണ്ടായത്. അതിനുശേഷം ഞാൻ മുഖ്യമന്ത്രി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞത് ഉടനെ തന്നെ അത് പുറത്തു വിടും, അതിന് വേണ്ട ഞങ്ങൾ വിളിക്കാമെന്ന് പറയുന്നു. പിന്നെ എന്നെ വിളിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാനിപ്പോഴും അവിടെ നിന്നൊരു റിപ്പോർട്ട് ആയിട്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് ജനങ്ങൾക്ക് അറിയത്തക്ക വിധത്തിൽ പുറത്തു വിടുമെന്നുള്ളതാണ് ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ എന്തെങ്കിലും അന്വേഷണത്തെക്കുറിച്ച് ആവശ്യപ്പെട്ടിരുന്നോ, അതല്ലെങ്കിൽ അങ്ങനെ മനസ്സിലുണ്ടോ? അല്ല, അത് ഞാനിപ്പോൾ പറയുന്നില്ല. കൂടുതൽ അന്വേഷണം വേണോ വേണ്ടെന്നുള്ളത് പറയപ്പോഴാന്ന് വെച്ചാൽ ആ റിപ്പോർട്ട് വന്നാലേ പറയാൻ പറ്റുള്ളൂ. CPI എക്സിക്യൂട്ടീവിൽ മുന്നണി മാറ്റം സംബന്ധിച്ച് ഒരു MP പറഞ്ഞിരുന്നോ?
എനിക്കൊരിക്കലും അത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം വെച്ചാൽ CPI എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു മുന്നണി മാറ്റമൊന്നും ഇവിടുത്തെ ഏതെങ്കിലും ഘടകം ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഞങ്ങളുടെ പാർട്ടി നയം രൂപീകരിക്കുന്നത് അതിൻ്റെ പാർട്ടി കോൺഗ്രസ്സാണ്. പി സന്തോഷ് കുമാർ അങ്ങനെ പറഞ്ഞു എന്നാണ്. എൻ്റെ അറിവിലില്ല സന്തോഷ് കുമാർ അങ്ങനെ പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പി സന്തോഷ് കുമാറിനെ പോലെയുള്ള ആളുകളൊന്നും ഈ നടക്കുന്ന കോലാഹലങ്ങളൊക്കെ മുന്നണി മാറാനുള്ള കോലാഹലങ്ങളാണെന്ന് മാറ്റി തീർക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ലിങ്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മളിപ്പോൾ ഒരു പിടി മണ്ണ് കൊടുത്താൽ അതുകൊണ്ട് കയർ പിരിച്ചു തരുന്ന വ്യാഖ്യാതാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. മണലിന് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് കയർ പിരിച്ചു തരും. ഇങ്ങനെ മനസ്സിലായില്ലേ? വാർത്തകൾ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടെ ആരും പറഞ്ഞ പോലെ വാർത്തകൾ മാത്രം വെച്ച് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും മണ്ണുകൊണ്ട് കയറ് വിരിക്കാൻ നമ്മൾ എന്തായാലും എല്ലാം ഈ പറഞ്ഞതൊക്കെ അതേപടി കാണിക്കും. ഞാനതിൻ്റെ ഒരു തമാശ പറഞ്ഞതാണ്, വേറെ ഇതിലെടുക്കണ്ട. അത് നന്നായിട്ട് പറഞ്ഞാണ്, പോസിറ്റീവായിട്ട് കണ്ടാൽ മതി. അതെ അങ്ങനെ തന്നെ എടുത്തേ. അപ്പൊ ശരി, വളരെയധികം നന്ദി. സഹായിച്ചു.